സ്വന്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പൊന്നാങ്കണ്ണി ചീര പച്ചടിയാണ് വെക്കുന്നത്, തൈരൊഴിച്ച്. അതിന് വേണ്ടി ചീര നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെള്ളം തോരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞത്, അര സവാള, ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, 2 വറ്റൽമുളക്, കറിവേപ്പില. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കണം. പൊട്ടുമ്പോൾ പേരിന് 2 ജീരകം, 2 ഉലുവ കൂടെ ഇട്ട്, ജീരകവും ഉലുവയും പേരിനിടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് അല്പം ഇഞ്ചി അരിഞ്ഞ് വെച്ചത്, ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, 2 വറ്റൽമുളക്, കറിവേപ്പില, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടെ ഒന്ന് വഴണ്ട് വരട്ടെ. ചെയ്ത് നോക്കണം, എല്ലാവരും ചെയ്ത് നോക്കണം. വെച്ചിട്ടില്ലാത്തവർ വെച്ച് നോക്കണം. എനിക്ക് ലൈക്ക് തരണം. അല്പം ഉപ്പിട്ട് നമ്മളൊന്ന് അടച്ച് ഒന്ന് വാടാനായിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ചീര ഇട്ട് കൊടുക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കണം. പൊന്നാങ്കണ്ണി ചീര കിട്ടുന്നവർ ചെയ്ത് നോക്കണം. അല്പം മഞ്ഞൾപ്പൊടി ഇട്ടാന്ന് ചോദിച്ചാൽ ഇട്ട്, കാണാനില്ല, അത്ര കുറച്ചേലാവും. ഇളക്കി ഒന്ന് അടച്ച് വെക്കണം. നന്നായിട്ട് ഇളക്കട്ടെ. ചെറു തീയിലിട്ട് വെന്ത് വരട്ടും. നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇവിടെ ചീര പരുവമായി. ചീരകളുടെ രാജാവാണ് പൊന്നാങ്കണ്ണി ചീര. ഇത് എവിടെന്നെങ്കിലും ഇല്ലാത്തവർ എവിടെന്നെങ്കിലും കിട്ടിയാൽ ഇത് കൊണ്ടുവന്ന് നടണം. കാട് പോലെ വളരും. ഇത് തോരൻ വയ്ക്കാനും ഏറ്റവും നല്ല ചീര ഈ പൊന്നാങ്കണ്ണി ചീരയാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തൈര്, നല്ല കട്ടി തൈര് ഒഴിച്ചു കൊടുക്കണം. ജോലി ഇവിടെ തീർന്നു. പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് പൊന്നാങ്കണ്ണി ചീര പച്ചടി. ചീരപ്പച്ചടി ഇവിടെ റെഡിയായി. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ കാണാൻ പറ്റുള്ളൂ. ചീര റെഡി. എല്ലാവരും വെച്ച് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെയും ഞാൻ എടുത്ത് പറയണം, എന്നെ സഹായിക്കണം.